നമസ്കാരം, തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയയിലെ ഒഴിവുകളെക്കുറിച്ചാണ് ഇന്നത്തെ തൊഴിലവസരങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സിവിൽ എഞ്ചിനീയർ ഒഴിവുകളെക്കുറിച്ചാണ് പറയുന്നത്. ഓസ്ട്രേലിയയിൽ സിവിൽ എഞ്ചിനീയർമാർക്ക് എപ്പോഴും വൻ ഡിമാൻഡാണ് ഉള്ളത്. വിവിധ സംസ്ഥാനങ്ങളിൽ 100 കണക്കിന് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മികച്ച അടിസ്ഥാന സൗകര്യ വികസനം അവിടെ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ഒഴിവുകൾ സിവിൽ എഞ്ചിനീയർമാർക്ക് വരുന്നു. ഉദാഹരണത്തിന് റെയിൽവേ, ജലസേചനം, പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ എന്നിവയെല്ലാം ഉള്ളതുകൊണ്ട് സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ആയിരക്കണക്കിന് ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ശമ്പള വിവരങ്ങൾ പറയുകയാണെങ്കിൽ പ്രതിവർഷം ജൂനിയർ എഞ്ചിനീയർമാർക്ക് അല്ലെങ്കിൽ ഫ്രഷ് എഞ്ചിനീയർമാർക്ക് 60,000 മുതൽ 75,000 ഓസ്ട്രേലിയൻ ഡോളർ വരെ ശമ്പളം ലഭിക്കുന്നുണ്ട്. മിഡ് ലെവൽ ആണെങ്കിൽ 3 മുതൽ 10 വർഷത്തെ പരിചയമാണ് ആവശ്യം. അവർക്ക് 90,000 മുതൽ 1,60,000 ഡോളർ ഓസ്ട്രേലിയൻ ഡോളർ വരെ നിങ്ങൾക്ക് ലഭിക്കാൻ അർഹതയുണ്ട്. പിന്നെ സീനിയർ പ്രൊഫഷണലുകളാണെങ്കിൽ 1,50,000 മുതൽ 2,50,000 ഓസ്ട്രേലിയൻ ഡോളറാണ് ശമ്പളം കിട്ടാനുള്ള സാധ്യത. അപ്പോൾ ഫ്രഷേഴ്സിന് ഉൾപ്പെടെ അപേക്ഷിക്കാം. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങിയ കുട്ടികൾക്ക് പോലും ഇപ്പോൾ അപേക്ഷിക്കാം. 60,000 മുതൽ 75,000 വരെ ഓസ്ട്രേലിയൻ ഡോളർ ശമ്പളം ലഭിക്കാവുന്ന അവസരങ്ങളാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ജോലി കണ്ടെത്താനുള്ള പ്രധാന വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത് സീക്ക് ഓസ്ട്രേലിയ, ലിങ്ക്ഡിൻ, ഓസ്ട്രേലിയ ഇൻഡീഡ്, ഓസ്ട്രേലിയ ജോബ് സ്ട്രീറ്റ്, ഹെയ്സ് ഓസ്ട്രേലിയ കരിയേഴ്സ് എന്നിവയിലെല്ലാം ഇപ്പോഴുള്ള ഒഴിവുകളെക്കുറിച്ച് വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. യോഗ്യത പറയുന്നത് ബിടെക് അല്ലെങ്കിൽ BE സിവിലാണ്. പിന്നെ 2 വർഷത്തിലധികം പരിചയമുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ അഭികാമ്യമായ ഒരു സാധ്യത തന്നെയാണ്. പിന്നെ ഓട്ടോ കാർഡ്, സിവിൽ 3D പരിജ്ഞാനവും ആവശ്യമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയയിൽ ഒഴിവുകളുള്ളത് ഹെവി ട്രക്ക് ഡ്രൈവർമാർക്കാണ്. ട്രക്ക് ഡ്രൈവർമാർക്ക് ഓസ്ട്രേലിയയിൽ വലിയ ക്ഷാമമാണ്. ചില തൊഴിലുടമകൾ വിസ സ്പോൺസർഷിപ്പ് പോലും നൽകുന്നുണ്ട്. അപേക്ഷിക്കാവുന്ന സൈറ്റുകൾ ഇൻഡീഡ് ഓസ്ട്രേലിയ, വർക്ക്ഫോഴ്സ് ഓസ്ട്രേലിയ എന്നിവയാണ്. യോഗ്യതയായിട്ട് ചോദിക്കുന്നത് ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം, അതുപോലെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ്. അപ്പോൾ ഡ്രൈവിംഗ് അറിയാവുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഡ്രൈവറായിട്ട് ഇപ്പോൾ ഇവിടെ കേരളത്തിലെല്ലാം ജോലി ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ആവശ്യം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഹെവി ട്രക്ക് ഡ്രൈവറുടെ എല്ലാം ഒഴിവുകൾ അവിടെ വന്നിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ധാരാളം ജോലി ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ഡ്രൈവിംഗ് മേഖല. പിന്നെ ഗ്രാഫിക് ഡിസൈനർമാരുടെ ഷോർട്ടേജ് ഓസ്ട്രേലിയയിലുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മീഡിയ കമ്പനികൾ എന്നിവയിൽ ഗ്രാഫിക് ഡിസൈനർമാർക്ക് അവസരങ്ങൾ വർദ്ധിച്ചു വരികയാണ്. വിദ്യാഭ്യാസ യോഗ്യത ഗ്രാഫിക് ഡിസൈൻ, വിഷ്വൽ ആർട്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ എന്നിവയിൽ ബാച്ചുലർ ബിരുദമോ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം. പ്രധാന സോഫ്റ്റ്വെയറുകൾ അഡോബ് ക്രിയേറ്റീവ് സ്യൂട്ട്, അഡോബ് ഇല്ലസ്ട്രേറ്റർ, ഫോട്ടോഷോപ്പ്, ഇൻഡിസൈൻ എന്നിവയിൽ മികച്ച പ്രാവീണ്യം ഉണ്ടായിരിക്കണം. IDA ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ഓസ്ട്രേലിയ പോർട്ട്ഫോളിയോ നിങ്ങളുടെ മികച്ച വർക്കുകൾ ഉൾക്കൊള്ളുന്ന ശക്തമായ ഡിജിറ്റൽ പോർട്ട്ഫോളിയോ നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ അവിടേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഉണ്ടാക്കേണ്ടത് IDA ആണ്, ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ഓസ്ട്രേലിയ പോർട്ട്ഫോളിയോ. ഇത് നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങളുടെ മികച്ച വർക്കുകളെല്ലാം ഉൾക്കൊള്ളുന്ന ശക്തമായ ഒരു ഡിജിറ്റൽ പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം. നിങ്ങളുടെ യോഗ്യതയും പ്രവൃത്തി പരിചയവും ഓസ്ട്രേലിയൻ മാനദണ്ഡങ്ങൾക്കനുസൃതമാണോ എന്ന് പരിശോധിക്കുന്നതിനായി വെറ്റാസസ് വഴി സ്കിൽസ് അസസ്മെന്റ് പൂർത്തിയാക്കണം. ഗ്രാഫിക് ഡിസൈനർ വെറ്റാസസ് പെർമനന്റ് റെസിഡൻസി PR നേടുന്നതിന് സബ് ക്ലാസ് 189, 190, 491 എന്നീ വിസകൾ ഉപയോഗിക്കാവുന്നതാണ്. ഈ 189, 190, 491 എന്നീ വിസകൾ ഏതാണെന്ന് നമ്മൾ ഓസ്ട്രേലിയൻ വിസകളെ കുറിച്ച് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം നമ്പറുകളുള്ള സബ് ക്ലാസ് 189, 190, 491 എന്നീ വിസകളിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകാവുന്നതാണ്. ഈ ജോലികൾക്ക് അപേക്ഷിക്കാൻ ലിങ്ക്ഡിൻ ജോബ്സ് ഓസ്ട്രേലിയ, സീക്ക് ഓസ്ട്രേലിയ ജോബ്സ് ഇത് രണ്ടിലുമാണ് ഏറ്റവും കൂടുതൽ ഗ്രാഫിക് ഡിസൈനേഴ്സ് ജോലി ഒഴിവുകൾ വന്നിട്ടുള്ളത്. പിന്നെ ടീച്ചേഴ്സ് ഒഴിവുകളുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ടീച്ചർമാർക്ക് ഒഴിവുകളുണ്ടോ എന്നുള്ളത്. പ്രൈമറി, സെക്കൻഡറി, ഇംഗ്ലീഷ് ടീച്ചർ ഇവർക്ക് ധാരാളം അവസരങ്ങളുണ്ട്. ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ മാത്സ് ടീച്ചറുടെ ഒഴിവുകളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിരവധി സംസ്ഥാനങ്ങളിൽ ടീച്ചേഴ്സിന്റെ ആവശ്യം വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ യോഗ്യതയുള്ള അധ്യാപകർക്ക് സ്ഥിര താമസത്തിനുള്ള അവസരങ്ങളും സർക്കാർ നൽകുന്നുണ്ട്. അവിടുത്തെ അധ്യാപക ജോലിയെയും സാധ്യതകളെയും കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ ഇങ്ങനെയാണ്. ഒന്നാമതായിട്ട് ഓസ്ട്രേലിയയിൽ അധ്യാപകരുടെ വലിയ ക്ഷാമം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ ടീച്ചേഴ്സിന് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു മാർഗമാണ്. ഏർലി ചൈൽഡ്ഹുഡ്, സെക്കൻഡറി മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ളത്. പിന്നെ ഏറ്റവും ഒരു അനുകൂലമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ B.Ed ബിരുദം ഓസ്ട്രേലിയയിൽ അംഗീകൃതമാണ്.
പക്ഷേ ജോലി ചെയ്യുന്നതിന് മുൻപ് അവിടുത്തെ നിർദ്ദിഷ്ട അതോറിറ്റിയായ AITSL എന്ന് പറയും, ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ടീച്ചിങ് ആൻഡ് സ്കൂൾ ലീഡർഷിപ്പ്, ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് എടുക്കണം. അതുവഴി യോഗ്യതയും ഇംഗ്ലീഷ് പ്രാവീണ്യം IELTS അല്ലെങ്കിൽ PTE അതുകൂടി വിലയിരുത്തി സർട്ടിഫിക്കറ്റ് നേടേണ്ടതുണ്ട്. ഇതിനായി AITSL മൈഗ്രേറ്റ് ടു ഓസ്ട്രേലിയ എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അതിൽ വിശദവിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്ക് അനുസരിച്ച്, ഉദാഹരണത്തിന് വിക്ടോറിയ, വെസ്റ്റേൺ ഓസ്ട്രേലിയ, ഇങ്ങനെ സംസ്ഥാനങ്ങൾക്കനുസരിച്ച് ടീച്ചിങ് രജിസ്ട്രേഷൻ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും തൊഴിലവസരങ്ങൾക്കുമായി ടീച്ചേഴ്സ് ഓൺ നെറ്റ് അല്ലെങ്കിൽ ലിങ്ക്ഡിൻ ഓസ്ട്രേലിയ എന്നിവ പരിശോധിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്നതിന് ടീച്ച് NSW കരിയേഴ്സിൽ നോക്കുക, അല്ലെങ്കിൽ ക്വീൻസ്ലാൻഡ് എഡ്യൂക്കേഷൻ കരിയേഴ്സ് എന്ന വെബ്സൈറ്റ് നോക്കുക. അപ്പോൾ ഇത്രയും അവസരങ്ങളാണ് ഇന്ന് ഓസ്ട്രേലിയയിലുള്ള അവസരങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ചു കാലം അവിടെ ജോലി ചെയ്ത് പിന്നീട് തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വരാനൊക്കെ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ നല്ല അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ടീച്ചേഴ്സിനും ഹെവി വെഹിക്കിൾ ഡ്രൈവർക്കും ഗ്രാഫിക് ഡിസൈനേഴ്സിനും എല്ലാം വളരെ നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അപേക്ഷിക്കുക. കൂടുതൽ തൊഴിൽ വാർത്തകളുമായി വീണ്ടും കാണാം. തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യും.